പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ ആമുഖത്തിൽ തന്നെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നവനായ അല്ലാഹു അവൻ ഐശ്വര്യമുള്ളവനത്രേ, അവൻ ബറക്കത്തുടയവനത്രേ. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബ് എല്ലാത്തിന്മേൽ കഴിവുള്ളവനാണ്, കഴിവുള്ളവനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ മാനവ ഈ ജീവിതത്തെയും മരണത്തെയും അല്ലാഹു ക്രമീകരിച്ചിരിക്കുന്നത് നിനക്ക് അല്ലാഹു ഈ ഭൗതികമാകുന്ന 60-70 വയസ്സുള്ള ജീവിതം നൽകിയിരിക്കുന്നത്, ശേഷമുള്ള മരണം അല്ലാഹു നിനക്ക് സമ്മാനിക്കുന്നത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് അല്ലാഹുവിന് ഏറ്റവും മെച്ചമായ രീതിയിൽ അല്ലാഹുവിനെ അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയത്രേ. പരീക്ഷണത്തായിട്ടാണ് അല്ലാഹു ഈ ദുനിയാവിലെ ജീവിതത്തെ പരിചയപ്പെടുത്തുന്നത്. പരീക്ഷണ അടിസ്ഥാനത്തിലാണ് അല്ലാഹു നിങ്ങൾക്ക് മരണവും നൽകിയിരിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. ഈ ദുന്യവിയായ ജീവിതം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, ശേഷം മരണം നൽകിയിരിക്കുന്നത് ഒക്കെ പരീക്ഷണാടിസ്ഥാനത്തിലാണ്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ധർമ്മം നിലനിർത്തിയാണോ ജീവിക്കുന്നത്, അതല്ല മോശമാകുന്ന അധാർമികമാകുന്ന ജീവിതമാണോ നയിക്കുന്നത്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതം. മനസ്സിലാക്കി അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മനുഷ്യ മാനവ നിനക്ക് ജീവിതത്തെയും മരണത്തെയും അല്ലാഹു ക്രമീകരിച്ചിരിക്കുന്നത്, പടച്ചിരിക്കുന്നത് ഒരു പരീക്ഷണമാണ്, പരീക്ഷണമാണ്. ആരാണ് ഈ ദുനിയാവിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നതാരാണ്, അതല്ല അധാർമികതയുടെ ചതിക്കുഴിയിൽ പോകുന്നതാരാണ്, ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദുനിയാവ് നൽകിയിരിക്കുന്നത് അതിനാണ്. മനസ്സിലാക്കി ഭൗതിക ലോകത്തെ ജീവിതം അതിനു വേണ്ടി. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിട്ട് നൽകിയിരിക്കാൻ. ഇവിടെ അടിച്ചു പൊളിച്ച് രസിക്കാനും രമിക്കാനും ഉള്ളതും അല്ല. നല്ലതുപോലെ മനസ്സിലാക്കിക്കോ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നത്തെ തലമുറയിൽ ആരും അത് ശ്രദ്ധിക്കാറില്ല. കളിച്ചും രസിച്ചും രമിച്ചും ദുന്യവിയായ ജീവിതത്തെ അവൻ ഹറാസ് ചെയ്യുന്നു, നശിപ്പിച്ചു കളയുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. ഇവിടെ ദുന്യാവെന്ന് പറയുന്നത് ഒരു മുഅ്മിനിന് ജയിലാണ്. ആദ്യം മനസ്സിലാക്കി. അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ആദ്യം നമ്മളെ ജീവിക്കാൻ എന്തിനാണ് ഇങ്ങോട്ട് പടച്ചു വിട്ടേന്ന് അറിയണ്ടേ? അത് പറഞ്ഞാലല്ലേ ബാക്കി വിഷയങ്ങളിലേക്ക് പോകാൻ പറ്റൂ. നമ്മളെ പടച്ചതിന്റെ ലക്ഷ്യം എന്താ? അല്ലാഹുവിനെ ആരാധിക്കാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്നവർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ പടച്ചിട്ടില്ല. അല്ലാഹു പറയാൻ, ആരാധിക്കാനാണ് അല്ലാഹു നമ്മളെ പടച്ചത്. ആദ്യം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ജയില് തന്നെയാണ്, ജയിലാണ്. എപ്പോഴും പ്രയാസങ്ങളും കെടുതികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ ദുനിയാവിലുണ്ടാവും. അതിൽ നമ്മൾ ക്ഷമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജയിലാകുമ്പോ ജയിലിൽ അറിയാം, ജയിലിൽ പ്രത്യേക യൂണിഫോമാണ്. ആണോ അല്ലേ? നമുക്ക് ഇഷ്ടമുള്ളത് ധരിക്കാൻ പറ്റൂല. ദുന്യാവ് ജയിലാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വസ്ത്രവിധാനം ശ്രദ്ധിക്കേണ്ടതാണ്. മോശപ്പെട്ട രീതിയിലേക്ക് പോകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ.
ഖുർആനും ഹദീസും എങ്ങനെ പറഞ്ഞോ ആ നിലക്കുള്ള വസ്ത്രവിധാനം തന്നെ പുരുഷനും വരണം, സ്ത്രീക്കും വരണം. ഒരു ജയിലിലാവുമ്പോ കഴിക്കേണ്ട ആഹാരം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ആഹാരമല്ലാതെ വേറെ ഒന്നും കിട്ടൂല. നിശ്ചയമാകുന്ന കറക്റ്റ് ഇന്ന ഭക്ഷണങ്ങൾ ക്രമീകരിച്ചു പോകുന്നുണ്ട്. ആഹാരം തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഹലാലായ ഭക്ഷണമേ നമുക്ക് അനുവദിക്കുള്ളൂ. ഹറാമത് കഴിക്കാൻ പറ്റൂല. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കാൻ പറ്റൂല. നമുക്കിഷ്ടപ്പെട്ടതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാൻ പറ്റൂല. അതൊക്കെ ഉണ്ട്. قال رسول الله صلى الله عليه وسلم നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അൽ മർഅതു കുല്ലുഹാ ഔറാ ഇദാ ഖറജത് ഇസ്തശറഫഹ ശൈത്താൻ. ഒരു പെണ്ണ് ശരീരം മുഴുവനും നഗ്നതയാണ് സ്വഹാബ. അവൾ പെണ്ണ് ശരീരത്തിന്റെ നഗ്നതകൾ മറയ്ക്കാതെ പുറത്തിറങ്ങിയാൽ പിശാച് അവളിലേക്ക് ജനങ്ങളെ വെളിവാക്കുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ശരീരം മുഴുവനും നഗ്നതയാണ്. അന്യരാകുന്ന പരപുരുഷന്മാരിൽ നിന്നൊരു പെണ്ണ് തല മുതൽ കാലിന്റെ നഖം വരെ മറച്ചിരിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അന്യരിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കണം, ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. അന്യരായ ഒരു വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായി മറ പിടിച്ചിരിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ തന്നെയാണ്. ഇന്ന് പുരുഷന്റെ വസ്ത്രവിധാനം സ്ത്രീ എടുത്തു, സ്ത്രീയുടെ വസ്ത്രവിധാനം പുരുഷനെടുത്തു. ആണിപ്പോൾ. അതുകൊണ്ടെന്താ നബി തങ്ങളുടെ ശാപം നമുക്കേറ്റി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. لعن رسول الله صلى الله عليه وسلم الرجل يلبس لبسة المرأة والمرأة التي تلبس لبسة الرجل. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചുവത്രേ. എന്താണ് ഈ പറയുന്നത്? കാരുണ്യത്തിന്റെ കേദാരമാകുന്ന പരിശുദ്ധ പ്രവാചകർ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവിലൂടെ ഇന്ന് വരെ ഒരാളെയും ശപിച്ചിട്ടില്ല. ഒരു കളവ് പറയുകയോ കളവ് ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. ഒരാളെ പോലും നോവിക്കാത്ത പ്രവാചകരല്ലേ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പരിശുദ്ധ പ്രവാചകന് 10 കൊല്ലം ഖിദ്മത്ത് എടുത്തതായ സ്വഹാബി പറയുകയാ, ഖദിംതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ ഖിദ്മത്ത് എടുത്തു 10 സനവാതിൻ. 10 കൊല്ലം പ്രവാചകർക്ക് താങ്ങായി തണലായി വർത്തിക്കാനുള്ളതായ വലിയ അവസരം ഈ പാപിയായ എനിക്ക് ലഭിച്ചതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നോട് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല, എന്തിനാണ് അനസേ നീ അത് ചെയ്തത്, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് ഇന്ന് വരെ എന്നോട് നബി തങ്ങൾ ചോദിച്ചിട്ടില്ല. അങ്ങനത്തെ പ്രവാചകൻ, പരിശുദ്ധ പ്രവാചകന് സ്വഭാവ വിശേഷണമാണ്. മുതലാളിയാണ്, എന്നിട്ട് പോലും തന്റെ തൊഴിലാളിയോട് പെരുമാറേണ്ട രീതി ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ലോകൈക ഗുരു ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് വരെ ഒരാളോട് പോലും മോശമാകുന്ന രീതിയിൽ പെരുമാറാത്തതായ പ്രവാചകൻ, ഒരേ ശനി പറയാത്ത, ഒരു ഭീഷണിപ്പെടുത്താത്ത, ഒരു മോശമാകുന്ന വർത്തമാനം തന്റെ നാവിൽ നിന്ന് ഇന്ന് വരെ വരാത്ത, ഒരു പരദൂഷണം പോലും ഏർപ്പെടാത്ത പ്രവാചകൻ തന്റെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ഒരു പുരുഷനെ ശപിച്ചു അത്രേ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർറജുല. ചെറുപ്പക്കാരാ സഹോദരാ, ഇച്ചിലങ്കോട് മഖാമിൽ റാഫി ബിൻ ഖദീദ് റളിയല്ലാഹു അൻഹു അടക്കം, റാഫി റഹ്മത്തുള്ളാഹി അടക്കമുള്ളതാകുന്ന മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ തിരുസവിധത്തിലെത്തിക്കൊണ്ട് അവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് കടന്നു വന്നതായ സമൂഹമേ,
മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ, സഹാബത്തിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് രാവും പകലും പരിശുദ്ധമായ മസാറിലേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സഹോദര സഹോദരി, നിന്റെ വസ്ത്രവിധാനം ശ്രദ്ധിക്കണേ. അന്യരാകുന്ന പരപുരുഷന്മാരുമായി നിന്റെ ജീവിതത്തിൽ കൂടിക്കലരാൻ പാടില്ല. പഠിച്ചു വെക്കേണ്ടതാണ് നിന്റെ വസ്ത്രവിധാനം. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർജുല യൽബസു ലിബ്സതൽ മർആ. സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷനെ ആദരവായ പ്രവാചകൻ തന്നെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് ശപിച്ചുവത്രേ. തീർന്നില്ല. വൽ മർഅത്തല്ലതി തൽബസു ലിബ്സതർ റജുലി. ഒരു പെണ്ണിനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. ഈ ദുനിയാവിൽ പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളില്ലയോ, പുരുഷന്മാര് ധരിക്കുന്നത് പോലെ ബനിയൻ ധരിച്ചുകൊണ്ട് ടൈറ്റാകുന്ന ജീൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിം യുവതികളില്ലേ, സഹോദരിമാരില്ലേ, ആഖിറത്തെ പറ്റി ചിന്തിക്കണേ, ഖബറിനെ പറ്റി ഒന്ന് ഓർക്കണേ. എന്തിനീ ദുനിയാവിൽ തന്നെ നീ ജീവിതകാലം എത്ര കാലം ജീവിച്ചാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമേറ്റുകൊണ്ടാണ് നീ നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണേ. പുരുഷന്മാര് സ്ത്രീകളുടെ വസ്ത്രവിധാനം, സ്ത്രീകൾ പുരുഷന്മാരുടെ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞത് ആരോടാണ്? സ്ത്രീകളോട്. എന്നിട്ട് ആരാ ഇവിടെ നടക്കുന്നത്? പുരുഷന്മാർ. നെരിയാണിക്ക് താഴെ എല്ലാം 95% അങ്ങനെയാണ്. ഇരിക്കുന്നവരെയൊക്കെ ഒന്ന് എഴുന്നേറ്റ് തുണി കൊടുക്കാൻ പറഞ്ഞ അണ്ടർവെയറിന്റെ വള്ളി പിടിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ബാക്കിയൊക്കെ ഓക്കെയാണ്, ഭയങ്കര സുന്നിയാണ്. ഈ വിഷയത്തിൽ മാത്രം ഇപ്പോഴും ഹാജിയാർ അങ്ങോട്ട് ശരിയായിട്ടില്ല. ഹാജിയാർക്ക് ആ വിഷയം മാത്രം പറയുമ്പോൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വർഷങ്ങളായിട്ട് അത് കേൾക്കുകയാണ്. ഇപ്പുറത്തൂടെ കേട്ട് 15 ദിവസം കഴിഞ്ഞ് 16ാമത്തെ ദിവസമാണ്. എന്നാലും തുണിയും കൊണ്ട് കയറ്റി കൊടുക്കാൻ പറയുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ടെന്തായി, ഹാജിയാരും ഹാജിയാരുടെ മക്കളും കുടുംബങ്ങളും പരമ്പരകളും ഒക്കെ തന്നെ തുണി നിലത്തൂടെ വലിച്ചഴിച്ചടക്കുക. നാട് വൃത്തിയാക്കിക്കൊണ്ട ജോലി അവർക്കാണ്, തൂപ്പ് ജോലി. നിലത്തൂടെ ഇങ്ങനെ തുണി വലിച്ചഴിച്ചുകൊണ്ട് കിടക്കാം. അതില് മാത്രം എല്ലാവർക്കും ഒരു വിഷമം. നരക നിർബന്ധമായ വിഭാഗമാണെന്ന് പറഞ്ഞു കേട്ടിട്ട് ഒരു വിഷയമില്ല, ഒരു കുലുക്കോ ഇല്ല. ആണോ അല്ലയോ? പെണ്ണിന്റെ വസ്ത്രവിധാനാണത്. എങ്ങോട്ട്? നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് പെണ്ണിനോട്, ധരിക്കുന്നതോ പുരുഷൻ. പെണ്ണോ ബർമുഡ ട്രയാങ്കിൾ ആനിട്ടോണ്ട് നടക്കുക, ബർമുഡ ഇട്ടോണ്ട് നടക്കുക. പെണ്ണുങ്ങൾ 3/4 നേരെ കയറ്റി മുട്ടിന് മേളോട്ട് കയറ്റി വെച്ചിരിക്കാൻ, തൊടയൊക്കെ കാണിച്ച് ആചാരെ ഇളക്കി, അങ്ങനെയാണ് നടക്കാൻ. പെണ്ണുങ്ങൾ നേരെ തിരിഞ്ഞ് എന്നെ നിബിധങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ എത്തിപ്പോയി നമ്മുടെ സമൂഹം? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, തുർഖി ശിബ്റൻ മിനസ്സൗബി. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബ, സ്ത്രീകൾ അവരുടെ നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ. തുർഖി ശിബ്റൻ മിനസ്സൗബി. നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തണം. ആര്? സ്ത്രീകൾ. ഉടനെ സ്വഹാബത്തിൽ നിന്ന് ഒരു വ്യക്തി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സംശയം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങളുടെ ഭാര്യമാർ ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവരാണ് റസൂലേ. ഞങ്ങൾക്കാകെയുള്ള വാഹനം ഒട്ടകമാണ്. മരുഭൂമിയിലുള്ള വാഹനം ഒട്ടകമാണ്. ഒട്ടകത്തിന്റെ പുറത്തേക്കും ഒട്ടക കട്ടിലേക്കും കാലെടുത്തു വെക്കുമ്പോ ഒരുപക്ഷേ ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും കാലിന്റെ അടിഭാഗം, കാൽപാദം കാണാൻ ചാൻസ് ഉണ്ട് റസൂലേ. എന്ത് ചെയ്യണം ഹബീബേ? നല്ല ക്വസ്റ്റ്യനാണ്. ഒട്ടകത്തിന്റെ പുറത്തേക്കും അതുപോലെ നല്ല പൊക്കമുള്ള സ്ഥലത്തേക്കൊക്കെ കാല് വെച്ചിങ്ങോട്ട് കയറുമ്പോ താഴെ നിൽക്കുന്നവന് കാണാം. എല്ലാം കണ്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിലപ്പോ എന്താ, എത്ര ഒരു ചാണ് താഴ്ത്തിയിട്ടാലും, പർദ്ദയാണെങ്കിലും മറ്റെന്ത് വസ്തുവാണെങ്കിലും ഒരു ചാണൊക്കെ താഴ്ത്തിയിട്ടാലും കാലിന്റെ അടിഭാഗം ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നബിയെ എന്ത് ചെയ്യണം? അപ്പൊ നബി എന്താ പറഞ്ഞത്? അത് മതി എന്നാണോ പറഞ്ഞത്?
ആകെയൊക്കെ ഹദീസ് ഒക്കെ പഠിക്കണ്ടേ, ഉമ്മത്ത് പഠിക്കണ്ടേ. فقال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഫദിറാഅൻ ഫദിറാഅ, ഒരു ചാൺവസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യരാകുന്ന പരപുരുഷന്മാര് ഒട്ടകത്തിന്റെ പുറത്തേക്കോ ഒട്ടകക്കട്ടിലേക്കോ കയറുമ്പോ നിന്റെ ശരീരത്തിന്റെ നഗ്നതകൾ അഥവാ കാലിന്റെ താഴ്ഭാഗം കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ തൊലി വെളുപ്പ് പോലും മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല. ഫദിറാഅൻ ഫദിറാഅ, ഓരോ മുഴം കൂടി താഴ്ത്തിയിടണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരോടാണിത് പറയുന്നത്? എല്ലാ ദിവസവും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റീൽസുകൾ ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ കാസർഗോഡുള്ളതാകുന്ന ചുള്ളന്മാരും ചുള്ളത്തികളും ഉള്ളതായ നാടല്ലയോ നാടല്ലയോ. അല്ലാഹുവിന്റെ ദീനിനെ പറയിപ്പിക്കുവാൻ മോശപ്പെട്ട രീതിയിലുള്ളതാകുന്ന തലത്തിലേക്ക് സ്വഹാബത്ത് അടങ്ങിയിരിക്കുന്ന നാട്ടിൽ നിന്ന് മോശമാകുന്ന ചരിത്രത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതായ സമുദായത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്നതായ ആളുകളല്ലേ ആളുകളല്ലേ. നാളെ ആഖിറത്തിൽ ഖേദമാണ് ഖേദമാണ്. ആഖിറത്തിൽ വലിയ വിപത്താണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ദുനിയാവ് ശാശ്വതമാണെന്നോ? ഒരാൾക്കും ശാശ്വതമല്ല. ഇന്നത്തെ രാവിലെ തന്നെ വാർത്ത കേട്ടില്ലേ, ഒരു നടി അവരുടെ മരണ വാർത്ത കേട്ടിട്ട് എന്നോടൊരു സഹോദരൻ പറയാൻ ഞാൻ ഞെട്ടിയെന്ന്. ഒരു മുസ്ലിം സഹോദരനാണ് പറയുന്നത്. ഞാൻ ചോദിച്ചാൽ എന്തിനാ നിങ്ങൾ ഞെട്ടിയത്? അത് ഇത്ര ചെറുപ്പത്തിലേ മരിച്ചുപോയല്ലോ, 41 വയസ്സ്. സുബി സുരേഷ് എന്ന് പറയുന്ന അതന്നെ ഒരു നടി മരണപ്പെട്ടു പോയി. ഹാസ്യനിടിയായിരുന്നു, എല്ലാവരെയും ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു നടിയാണ്. അവർ മരണപ്പെട്ടു പോയി. ഇതുപോലെ എത്രയോ ആളുകൾ, മാള അരവിന്ദൻ മരണപ്പെട്ടു പോയി. ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് വേദന അറിയിക്കാതെ ഒരൊറ്റ വ്യക്തിയും അള്ളാഹു വിടുവില്ല. ശരിക്കും മനസ്സിലായിക്കോ, മരണത്തെ പുൽകാതെ ഒരൊറ്റ വ്യക്തിയും പോകുകയുമില്ല. എത്ര ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ശരീരത്തിൻ്റെതാകുന്ന ഭാഷ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിച്ചതാകുന്ന ചാർലി ചാപ്ലിൻ ഇന്ന് മരണത്തിന് കീഴടങ്ങിയില്ലേ? ആരാ ഇവിടെ ജീവിച്ചിരിക്കുന്നത്? ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ഭരണം നടത്തിയിരുന്ന ഫിർഔനും നമ്രൂദും ഹാമാനും ഖാറൂനും ഒക്കെ ഈ ലോകത്ത് നിന്ന് കീഴടങ്ങിപ്പോയില്ലേ? ആരാ സഹോദരങ്ങളെ മരണപ്പെടാതുള്ളത്? പണം കൊണ്ട് അഹങ്കരിച്ചവരായിരുന്നില്ലേ അവരൊക്കെ? തെറ്റുകളിൽ വ്യാപൃതരായിരുന്നില്ലേ അവർ? അവരൊക്കെ മരണത്തിന് മുഖാമുഖം നിന്നില്ലേ? എല്ലാവരും മരണത്തെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് കീഴടങ്ങിപ്പോയില്ലേ? നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറാകിൻ. വസ്ത്രവിധാനമൊക്കെ ഒന്ന് ശരിയാക്കണം സഹോദരിമാർ. കാണുന്നതൊക്കെ സ്റ്റാറ്റസ്, എപ്പോഴും സ്റ്റാറ്റസ് വീഡിയോ തന്നെ. പോകുന്നതും ഇരിക്കുന്നതും കടക്കുന്നതും നിൽക്കുന്നതും എല്ലാം സ്റ്റാറ്റസ് വീഡിയോ ഇറക്കി വിടുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇൻസ്റ്റഗ്രാമിലൂടെ ഒരുത്തം പ്രണയിച്ച് സൗദി പെണ്ണിനെ അടിച്ചോണ്ട് വന്നു കാസർഗോഡ്. അറിഞ്ഞില്ലേ? പിന്നെ കൊള്ളാം, എല്ലാവരും അറിഞ്ഞിട്ട് ഇപ്പൊ ആ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക. സൗദി പെണ്ണാണെങ്കിൽ കാര്യമായിട്ട് ജീവിതം നടക്കും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത്? സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം. നമ്മുടെ മക്കൾ അതിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ചെറുതാണോ നിസ്സാരമാണോ? ഏതെല്ലാം മേഖലയിൽ അത് മോശമായ രീതിയിൽ വഴിവെച്ചു. നഊദു ബില്ലാഹ്. അല്ലാഹു ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ, നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവസാനത്തെ സമയമാകുന്ന സന്ദർഭത്തിൽ മഹദി അവറുകൾ ഇരുന്നു കൊണ്ട് കരയുകയാണ്. കൂട്ടുകാരിയാകുന്ന അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? മാ യുബ്കീകി യാ ഫാത്തിമതു, ഫാത്തിമ നീ എന്തിനാണ് കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ കരയുന്നത് മറ്റൊന്നുമല്ല, മരണത്തെ കുറിച്ച് ഓർത്തിട്ടോ മരണത്തെ കുറിച്ച് ഭയപ്പെട്ടിട്ടോ അല്ല, മറിച്ച് ഞാൻ കരയാനുള്ള കാരണം ഇക്കാലഘട്ടത്തിലെ മയ്യത്ത് കട്ടിൽ ഓർത്തിട്ടാണ്. ഞാൻ കരയാനുള്ള കാരണം വേറൊന്നുമല്ല, മയ്യത്ത് കട്ടിൽ ഓർത്തിട്ടാണ് കരയുന്നത്. അപ്പൊ കൂട്ടുകാരി, ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ആര്? അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ.
അവർ ചോദിച്ചു, എന്തിനാടി നീ കൂട്ടുകാരി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? മയ്യത്ത് കട്ടിൽ കണ്ടിട്ട് കരയുക എന്തിനാ? അപ്പൊ പറഞ്ഞു, മയ്യത്ത് കട്ടിൽ കണ്ടിട്ട് കരയാനുള്ള കാരണം എന്താ? അന്നുള്ള മയ്യത്ത് കട്ടിൽ, അന്ന് സൗദിയിലുള്ള മയ്യത്ത് കട്ടിൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ അവരാദ്യം ഒരു കൊണ്ടുവരും, ഒരു പലക, ഒറ്റപ്പലക അല്ലേ? ആ ഒരു ഇതിൽ മാത്രം ഉള്ളതാകുന്ന സാധനമാണ്. 4 ഭാഗത്ത് 4 ആൾക്കാർ പിടിക്കുക, ആളെ കടത്തിയാൽ ഫുള്ളായിട്ട് കാണും. അങ്ങനെയുള്ളതാകുന്ന ഒറ്റപ്പലകയിൽ മേലാണ് മയ്യത്ത് കൊണ്ടുപോവുക. അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, എന്തുകൊണ്ട് ഈ മയ്യത്ത് കട്ടിൽ കടത്തിയിട്ട് പോകുന്ന സമയത്ത് എന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട്. നഗ്നത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏതാ? 3 തുണി കൊണ്ട് മറച്ച്, തലയും മറച്ച്, കയ്യും കാലും മറച്ചിട്ടാണെങ്കിലും ഫാത്തിമ ബീവിക്ക് നീളം ഇത്ര, വണ്ണം ഇത്ര ഉണ്ടായിരുന്നു എന്ന് സഹാബത്ത് കാണും. അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ചിന്തിക്കണം. ആള് മരിച്ചതിന് ശേഷം വഫാത്തായവരുടെ കബറടക്കാൻ വേണ്ടി മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് സ്വഹാബത്താണല്ലോ ആളുകൾ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ഒറ്റപ്പലകയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആളുകൾ ജസ്റ്റ് എന്തായാലും നോക്കും, നബിയുടെ മോളല്ലേ. നോക്കുന്ന സമയത്ത് ഒരു തുണിയൊക്കെ ഇട്ട് ഫുള്ളായിട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ പോലും നബിയുടെ മകൾക്ക് ഇത്ര നീളം ഉണ്ടായിരുന്നു കേട്ടോ, ഉള്ള വണ്ണം ഇത്രയായിരുന്നു എന്നൊരു കണക്കുകൂട്ടൽ വരാൻ ചാൻസ് ഉണ്ട്. അതെനിക്ക് വല്ലാതെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എത്രയാണ് അവരുടെ ചിന്ത? എന്താണ് അവരുടെ ചിന്ത? ചിന്തിച്ചു നോക്ക്. നമ്മളാണെങ്കിൽ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവും അംഗലാവണ്യവും ഒക്കെ പുറത്ത് കാണിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നടക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എങ്ങനെ നമുക്ക് കാണിക്കാം, അതിനെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാം. എങ്ങനെ ഒരു അന്യപുരുഷനെ തന്നിലേക്ക് ആകർഷിപ്പിക്കാം, അതിന്റെ ചിന്തയിലാണ് ഇന്നത്തെ തലമുറ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പ്രവാചകർ വഫാത്തിന്റെ വേളയിൽ തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് 2 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നാണ് പറഞ്ഞത്, അടുത്തത് എന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെടുന്നത് നീയാണ്. ആദ്യമായി എന്നിലേക്ക് മരണപ്പെട്ടു വരുന്നത് ഫാത്തിമ നീ തന്നെയാണ്. അന്ന് ബഹുമതിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ച സംഭവം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ആദ്യമായി പിന്നീട് പോകുന്നത് താനാണെന്നറിഞ്ഞപ്പോഴുള്ള വല്ലാത്ത സന്തോഷത്തിൽ നിലകൊണ്ട ഫാത്തിമ, അന്ന് മുതൽ മഹദിയവറുകൾ നിലകൊണ്ടതാകുന്ന മഹദിയവറുകൾ അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് ഖബറിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്ന് ഖബറിൻ്റെതാകുന്ന കാൽഭാഗത്തേക്ക് മഹദിയവറുകളുടെ തലഭാഗം കൊണ്ടുവന്ന് ഇറക്കി വെക്കാൻ തുനിഞ്ഞപ്പോ സ്വഹാബത്തിൽ പ്രമുഖനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് പറയുകയാണ്, യാ ഖബറോ അതദ്രി മനില്ലതി ജഅനാ ബിഹാ ഇലൈക്. അല്ലയോ ഖബറേ, ആരെയാണ് നിന്നിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നത് എന്ന് നിനക്കറിയുമോ ഖബറേ? അദീ ബിൻതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ്. തീർന്നില്ല. വസൗജതു അലി, പോർക്കളത്തിൽ രണഭൂമിയിൽ ശത്രുക്കളുടെ തല കൊയ്തെടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി വിശുദ്ധമായ ഇസ്ലാമിൽ ധർമ്മസമരത്തിന് വിപ്ലവത്തിന് കാതോർത്തുകൊണ്ട് നിലകൊണ്ടതായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. വഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയുന്ന പരിശുദ്ധ പ്രവാചകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന പ്രവാചകന്റെ പേരക്കിടാങ്ങളാണ്. നബിതങ്ങൾ സുന്നത്ത് നമസ്കരിക്കുന്ന വേളകളിലും ഫർദ് നമസ്കരിക്കുന്ന വേളകളിലും ആ പ്രവാചകന്റെ തലയിൽ കയറി കുതിര കളിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന മക്കൾ കളിച്ചു തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ അല്പനേരം കളിക്കുന്നതിന് സമ്മതം മൂളിക്കൊണ്ട് നിലകൊണ്ട് കുട്ടികളോട് കാരുണ്യത്തോടുകൂടി വർത്തിച്ചതാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന പേരക്കിടാങ്ങളാണ്.
ആ പേരക്കിടാകളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അതുകൊണ്ട് ഖബറേ മുത്തുനബിയുടെ മകളാകുന്ന അലിയാർ തങ്ങളുടെ ഭാര്യയാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാകുന്ന നിങ്ങൾ പ്രത്യേകമാകുന്ന ഈ ഉമ്മയോട് പ്രത്യേകമെന്ന കാരുണ്യത്തോടുകൂടി വർത്തിക്കണേ. ഇത് ഫാത്തിമയാണെന്ന ഖബറിനോട് പറയുമ്പോ ഫസമിയോ നിദാ സ്വഹാബത്ത് എല്ലാവരും കേൾക്കുന്ന നിലയ്ക്ക് അതിശക്തമാകുന്ന ഒരു ശബ്ദം ഒരു വല്ലാത്തൊരു ശരീര ഖബറിൽ നിന്ന് മുഴങ്ങുകയാണ്. ഇച്ചിലങ്കോടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, കേൾക്കണേ, ഉൾക്കൊള്ളണേ, പഠിക്കണേ. ഞാനും നിങ്ങളും ഈ ദുനിയാവിൽ മോശപ്പെട്ടതാകുന്ന രീതിയിലുള്ള വസ്ത്രവിധാനം ധരിച്ച് കള്ളുകുടിച്ച് രസിച്ച് രമിച്ച് ദുനിയാവിൽ അടിച്ചു പൊളിക്കുമ്പോ ജീവിതത്തിൻ്റെതാകുന്ന സർവ്വസുഖങ്ങളും ആസ്വാദനങ്ങളും ആഖിറത്തിന് വേണ്ടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തി ദുനിസത്തിൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മഹദിയാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ എല്ലാ മഹിളകളും അത്തരത്തിലുള്ളവരാണ്. എത്രത്തോളം ഫാത്തിമ ബീവിയുടെ ജീവിതം ഒന്നുകൂടി സംതൃപ്തമാണ്. അവസാനം മയ്യത്ത് കട്ടിൽ ഓർത്തിട്ട് വരെ കരഞ്ഞവളാണ്. എന്റെ മയ്യത്ത് കട്ടിൽ ഒറ്റ പലകയുടെ മുകളിൽ കടത്തിയാൽ അത് പല പുരുഷന്മാർ എന്റെ ശരീരത്തിൻ്റെതാകുന്ന മുഴുവൻ ഭാഗങ്ങളും 3 തുണി കഫം വിടവ് കൊണ്ട് മറച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു തുണിയിട്ട് മൂടിയിട്ട് ഒറ്റ പലകയുടെ മുകളിൽ കടത്തിയിട്ട് കൊണ്ടുപോയാലും ഫാത്തിമ ബീവിയുടെ നീളം ഇതല്ലേ, വണ്ണം ഇതല്ലേ എന്ന് പറയില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ശരീരം മുഴുവനും മറയ്ക്കുന്ന നിലയ്ക്കുള്ളതാകുന്ന മയ്യത്ത് കട്ടിൽ വേണമെന്ന് ശാഠ്യം പിടിക്കുകയും അത്തരത്തിലുള്ള മയ്യത്ത് കട്ടിൽ എത്യോപ്യയിൽ നിന്ന് വരുത്തുകയും അതിന്റെ മുകളിൽ തുണിയിട്ട് മൂടണമെന്ന് നിർബന്ധം പിടിക്കുകയും ഞാൻ പകല് മരിച്ചാൽ രാത്രി അടക്കണമെന്ന് നിർബന്ധം വെക്കുകയും ആ രാത്രിയുടെ ഇരുളിൽ ഒരാൾ പോലും കാണാതിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ മയ്യത്ത് അടക്കുന്ന സമയത്ത് പോലും അതിന്റെ മുകളിൽ ഒരു തുണി പിടിക്കണമെന്ന് ശാഠ്യം പിടിക്കുകയും നിർബന്ധം പിടിക്കുകയും ചെയ്ത ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. പഠിച്ചു വെക്കണേ സഹോദരിമാരെ, നമുക്ക് മാതൃക ഫാത്തിമയാണ്. നമുക്ക് മാതൃക ഹണി റോസ് അല്ല, സിനിമാ നടിമാരല്ല, സിനിമാ താരങ്ങളല്ല, സീരിയൽ താരങ്ങളല്ല, ടിക്ടോക്ക് താരങ്ങളല്ല. നമുക്ക് മാതൃക ബീവി ഫാത്തിമയാണ്. അവരോടൊപ്പം സ്വർഗത്തിലെത്താനാണ് നാം പരിശ്രമിക്കേണ്ടത്. സ്വർഗീയ സ്ത്രീകളുടെ നേതൃപടവും അലങ്കരിക്കാൻ അവർക്കല്ലാതെ യോഗ്യത മറ്റാർക്കാണ്. അതുകൊണ്ടാണ് അവർ സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വത്തിലേക്ക് എത്തിയത്. മയ്യത്ത് കട്ടിൽ പോലും സൂക്ഷ്മതയിൽ കൊണ്ടുപോയവരാണ്. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സൂക്ഷ്മതയില്ല. പൊക്കിൾ കൊടിയും ശരീരത്തിന്റെ നഗ്നതയും ഒക്കെ തുറന്നു കാണിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതിന് ഏറ്റവും എല്ലാവർക്കും ഉപയുക്തമായ ഒരു ടൈമാണ് കല്യാണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണമത് നടമാടുവാൻ ഇന്നൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. എത്ര കറക്റ്റായിട്ടാണ് 25 വർഷം മുമ്പ് വഫാത്തായ ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന തഴവ ഉസ്താദ്, എൻ്റെ ഉമ്മയുടെ ഉപ്പയും കൂടിയാണ്, അള്ളാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ, അവിടുന്ന് കറക്റ്റായിട്ടത് പറഞ്ഞു. അന്ന് പറഞ്ഞത് ഇന്ന് നോക്കി കാണുകയാണ് നമ്മുടെ തലമുറ. അന്ന് ഇത്രത്തോളം ഇല്ലായിരുന്നു, ഇന്ന് അതെല്ലാം വന്നു. കറക്റ്റ് അല്ലേ? ഇന്ന് പണമുള്ളവര് ആണ് ഈ പേക്കൂത്തുകൾക്കൊക്കെ അടിമപ്പെടുന്നത്. പണമില്ലാത്തവർ അത്രത്തോളം ഇല്ല. കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള കല്യാണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി, എത്രയോ കല്യാണങ്ങളാണ്. ആദ്യം ഒരു രഹസ്യ കല്യാണം നടക്കും, പിന്നെ ഒരു പരസ്യം വെക്കും,
എല്ലാവരും അതിങ്ങനെ നടമാടിക്കൊണ്ടുവരിക. കല്യാണം വെക്കുന്നതിന്റെ അല്ല, ഒന്ന് കഴിഞ്ഞ് പിന്നെ രണ്ടാമതൊന്ന് വെക്കുന്നത് എന്തിനാ? ഏറ്റവും നല്ല നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചെലവ് ചുരുക്കിയിട്ടുള്ള നിക്കാഹാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും ബറക്കത്ത് ആഗ്രഹിക്കുന്നവരാണ് സുന്നികൾ നമ്മൾ. എന്നിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ അത്തരത്തിലുള്ള തെറ്റ് വരാൻ പറ്റും. ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ് ഏതാണ്? ചെലവ് ചുരുങ്ങി ഏറ്റവും നല്ല രീതിയിലുള്ള നിക്കാഹ്. കോവിഡ് ഒക്കെ വന്നപ്പോൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെ നടന്നിരുന്നു. ഒരല്പസ്വല്പം ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും തുടങ്ങി അതിനേക്കാൾ ഭീകരമായി. നമ്മളോർത്ത് ഇനിയെങ്കിലും നന്നാവുമെന്ന്, കുറഞ്ഞ ആളുകളെ കൊണ്ട് നിക്കാഹ് നടത്താൻ സാധിക്കുമെന്ന് ആ കാലയളവ് നമ്മളെ പഠിപ്പിച്ചു. പലരും പറഞ്ഞു കല്യാണമൊന്നും അങ്ങനെ നടത്താനേ പറ്റൂല, പിണക്കമാവും, ഇണക്കത്തിലിരിക്കുന്നവർ തെന്നിപ്പോകുന്നു. ഒന്നുമില്ല. കോവിഡ് വന്നപ്പോൾ ഇച്ഛാ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞാലും ഹാജിയാർ പുറത്തിറങ്ങുന്നില്ല. 3 മാസ്ക് വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുക, പേടിച്ചിട്ട് മയ്യത്താവും. കല്യാണത്തിന് ഞാനില്ല, അമ്മക്ക് നെയ്ച്ചോറ് വേണ്ട മോനെ, കുഴിമന്തി ഞാനിവിടെ കഴിച്ചോളാം, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി കുഴി മാന്തേണ്ടി വരും. അതുകൊണ്ട് എന്താ ഹാജിയാർ ഒറ്റ കല്യാണത്തിന് പോകുന്നില്ല, പേടിച്ചിട്ട് വീട്ടിലിരുന്നു. ഇപ്പൊ ഹാജിയാർ ഫ്രണ്ട് സഫിലെത്തി, വേഗം തന്നെ കുഴിമന്തി എടുത്തോ, നീ അന്ന് പറഞ്ഞ കുഴിമന്തിയില്ലേ, വേഗം കൊണ്ടുപോടാ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പല മോഡലായി. അതാ തഴോസാദ് പറഞ്ഞത്, ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറുംചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. എല്ലാ സിസ്റ്റം ആയിട്ടുണ്ട്. ഹരിയാരെ വെറുംചോറാണോ? അവിടെ അല്ല, ഇപ്പുറത്തെ വളം വേട്ട, ഈ സൈഡിൽ ഇരിക്കണം, ഇവിടെ ഇരിക്കണം. ഹരിയാര് ബിരിയാണി മോഹിച്ചു പോയതാണ്. അവിടെ ചെന്നപ്പോ അത് വെറുംചോറായിരുന്നു ആ ഭാഗം. പിന്നെ ഉടനെ പിന്നെ നമ്മൾ സൂഫിസം പറഞ്ഞേച്ച്, ഞാനും ബിരിയാണി ഇപ്പൊ കഴിക്കത്തില്ല, വെറുംചോറാണ്. സംഭവം പെട്ടു, അതാണ് ആ ഭാഗത്ത് പോയിരുന്നു. അങ്ങനെയുണ്ട് ചിലപ്പോൾ. വെറുംചോറ് വിളമ്പുന്ന ഏരിയ ആയിരുന്നു. പിന്നെ മൂപ്പര് അവിടെ നിന്ന് എഴുന്നേക്ക ഒരു മടി. എല്ലാം ഓരോ സെക്ഷനായിട്ട് തിരിച്ചു. ഇതൊക്കെ പൈസ ഉള്ളവരുടേതാകുന്ന ഹുങ്ക് കാണിക്കലാണ്. അതാണ് ഇപ്പൊ ഉണ്ടാകുന്നത്. പൈസ ഉണ്ടെന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ പത്രാസ് കാണിക്കണമെങ്കിൽ സ്വന്തം മകന്റെയോ മകളുടെയൊക്കെ വിവാഹം വരണം. അപ്പോഴാണ് അത് ദൂർത്തടിച്ചിട്ട് ഞാൻ ഇത്രയും കാശുകാരനെന്ന് അറിയിക്കാം. ഒരാള് കല്യാണം നടത്തി 100 പവൻ കൊടുത്തു, എന്നാൽ എനിക്ക് 200 പവൻ കൊടുക്കണം. ആ ചിന്തയിലാണ് അയൽവക്കത്തുള്ളവർ. അതിനുവേണ്ടി എന്തിനു മത്സരിക്കാൻ? കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ട് പ്രയാസപ്പെട്ടാലും പിന്നീട് ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല, അന്നത്തെ കല്യാണം പൊടി പൊടിക്കണം. അതാണ് ഉദ്ദേശം. ലക്ഷക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി പൊടി പൊടിക്കുന്നത്. വിവിധങ്ങളാകുന്ന ഡ്രസ് കോഡുകൾ. എത്ര കല്യാണങ്ങളാണ്! ഒരു ദിവസമാണോ മഞ്ഞ കല്യാണം, പച്ച കല്യാണം, ചുവപ്പ്, അത് ഇതും പല നിറത്തിലിട്ടിരിക്കുകയാണ്. ആ നിറത്തിലിടുക മാത്രമല്ല, ആ ദിവസം ആ നിറമുള്ള ഡ്രസ്സുകളാണ് എല്ലാവരും ധരിക്കുന്നത്. നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കാൻ വന്ന് കുടുംബക്കാരൊക്കെ മാറി ഇപ്പൊ നാട്ടുകാർക്ക് കൂടെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടേ വരാവുള്ളൂ എന്നാണ് നിർദ്ദേശം. എന്താണ് ഈ സമൂഹം? എവിടെ എപ്പോഴാണ് ഇനി നന്നാവുക? ഇനി ഏത് വാല് കെട്ടാട്ടാണ് നിങ്ങൾ റെഡിയാവുക? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആഖിറത്തെ പറ്റി ഒരു ചിന്തയില്ല, പരലോകത്തെ പറ്റി ഒരു ചിന്തയുമില്ല. നഊദു ബില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിച്ചൊലിക്കുന്നതായ നരകത്തെ തൊട്ട് സൂക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകണേ എന്ന് വിശുദ്ധമായ ഖുർആൻ.
മനുഷ്യ, നീ നിന്നെ മാത്രം സംരക്ഷിച്ചാൽ പോരാ, നിന്റെ ഭാര്യയെ നോക്കണേ, നിന്റെ മാതാപിതാക്കളെ സൂക്ഷിക്കണേ, നിന്റെ മക്കളെ നോക്കണേ, മരുമക്കളെ ശ്രദ്ധിക്കണേ, നിന്റെ പേരക്കുട്ടാങ്ങളെയും കുട്ടികളെയും നീ പ്രത്യേകമായി ശ്രദ്ധിക്കണേ. ഒരാളെയും നരകത്തിലേക്ക് ഇടുന്നതാകുന്ന അവസ്ഥ നിന്റെ ജീവിതത്തിൽ വരരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാവരെയും നരകത്തെ തൊട്ട് കാക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അവരുടെ ജീവിത രീതി ശ്രദ്ധിക്കണം, വസ്ത്രവിധാനം ശ്രദ്ധിക്കണം, അവരുടേതാകുന്ന സാമ്പത്തിക ക്രമങ്ങൾ ശ്രദ്ധിക്കണം. സമ്പത്ത് കൂടുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മനുഷ്യൻ അഹങ്കാരത്തിലേക്ക് പോകുന്നത് അവസാന കാലമാകും അതുണ്ടാകും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം